ഇന്നത്തെ വചനചിന്തയ്ക്കായി നമുക്ക് 1 കൊരിന്ത്യർ 16 അധ്യായം അതിൻ്റെ 9 വാക്യം. എനിക്ക് വലുതും സഫലവുമായ വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയ വാതിലുകൾ തുറന്നു തരും. അവ വെറും സാധാരണ വഴികളല്ല, മറിച്ച് അനുഗ്രഹത്തിൻ്റെ പുതിയ സാധ്യതകളുടെ വാതിലുകളാണ്. എന്നാൽ ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, അങ്ങനെയുള്ള വലിയ വാതിലുകൾ തുറക്കുമ്പോൾ അതിനൊപ്പം വെല്ലുവിളികളും ഉയർന്നു വരും. എതിരാളികളുടെ സാന്നിധ്യം ദൈവിക പദ്ധതികളുടെ ഒരു ഭാഗം മാത്രമാണെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ദൈവം നമ്മെ ഉപേക്ഷിച്ചതിൻ്റെ അടയാളമല്ല, മറിച്ച് വലിയ കാര്യങ്ങൾ ദൈവം നമ്മളിലൂടെ ചെയ്യുവാൻ പോകുന്നതിൻ്റെ സൂചന മാത്രമാണ്. ദൈവത്തിന്റെ പാതയിൽ നടന്നപ്പോൾ പൗലോസിന്റെ ജീവിതത്തിലും ഇത് നാം കണ്ടു. ദൈവം അദ്ദേഹത്തിന് വലിയ ശുശ്രൂഷയുടെ വാതിലുകൾ തുറന്നപ്പോൾ ശക്തമായ പ്രതികൂലങ്ങളും നേരിടേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ദൈവം തുറന്ന ഓരോ വലിയ വാതിലിന് മുമ്പിൽ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ കണ്ടേക്കാം, ആളുകൾ എതിർത്തേക്കാം, സാഹചര്യങ്ങൾ പ്രതികൂലമായേക്കാം. പക്ഷേ ഒരു കാര്യം പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, ആ വാതിൽ തുറന്ന ദൈവം വിശ്വസ്തനാണ്. അവൻ തുറന്നത് ആർക്കും അടക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ഒരു പ്രവചന ശബ്ദം പോലെ നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികൾ വന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ട, അവർക്ക് നിങ്ങളെ തടയാൻ കഴിയില്ല. കാരണം ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുവാൻ പോവുകയാണ്. വിശ്വാസത്തോടെ മുന്നോട്ട് നടന്നാൽ വിജയം നിങ്ങളുടേത് മാത്രമാണ്. ഒരു ശക്തിക്കും നിങ്ങളുടെ മുമ്പിലുള്ള വഴികളെ തടയുവാൻ കഴിയത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ധൈര്യത്തോടെ ദൈവം തുറന്ന വാതിലുകൾക്ക് മുന്നിൽ പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. എതിരാളുടെ ശക്തി വലുതായിരിക്കാം, എന്നാൽ ദൈവത്തിന്റെ ശക്തി അതിനേക്കാൾ വലുതാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നാം കാണുന്ന ഓരോ തടസ്സങ്ങളും നാളെ നമ്മൾ അനുഭവിക്കുവാൻ പോകുന്ന വലിയ വിജയങ്ങളുടെ വഴികളാണെന്ന് മനസ്സിലാക്കുക. സ്വർഗീയ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ശബ്ദത്തിനായി സ്തോത്രം. കർത്താവേ, വ്യക്തിപരമായി, കുടുംബമായി, ദേശത്തും സഭയിലും എല്ലാം ഞങ്ങൾക്കായി അങ്ങ് തുറന്നിരിക്കുന്ന വാതിലുകൾക്കായി സ്തോത്രം. ആ ഒരു വെളിപ്പാടോടുകൂടെ ആ വഴികളിൽ നടക്കുവാൻ, അവസാനത്തോളം വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.